നിലമ്പൂരിലെ പ്രശ്നങ്ങൾ പരിശോധിച്ച് തിരുത്തുമെന്ന് എം പി ഗോവിന്ദൻ മാസ്റ്റർ. ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടില്ല. സ്വരാജ് വലിയ മുന്നേറ്റം നടത്തി. മുഖ്യമന്ത്രി ശാസിച്ചെന്ന വാർത്ത തെറ്റെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. നിലമ്പൂർ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ആര്യാടൻ ഷൗക്കത്ത്. ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വരുന്ന 10 മാസക്കാലം സഭയിൽ നിലമ്പൂരിനെ പ്രതിനിധീകരിക്കും. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി. കോടതിയുടെ ചോദ്യം JSK സിനിമയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട കേസിൽ. സമാന പേരുകളിൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇപ്പോൾ എന്താണ് കുഴപ്പമെന്നും കോടതി. സെൻസർ ബോർഡ് തീരുമാനത്തിന്റെ പകർപ്പ് ഹാജരാക്കാൻ നിർദ്ദേശം. തിങ്കളാഴ്ച സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കാൻ ചലച്ചിത്ര പ്രവർത്തകർ. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ തള്ളി ജോസ് കെ മാണി. ഒരു ചർച്ചയും കേരള കോൺഗ്രസ് എമ്മിൽ നടന്നിട്ടില്ല. പാർട്ടി കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നും LDFൽ ഹാപ്പിയാണെന്നും ജോസ് കെ മാണി. കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. LDFൽ ഹാപ്പിയാണോ? പൂർണ്ണ ഹാപ്പിയല്ല. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ തുടർ നടപടിയുമായി രാജ്ഭവൻ. വൈസ് ചാൻസലറോട് വിശദീകരണം തേടുക. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി രജിസ്ട്രാർ തടസ്സപ്പെടുത്തിയതിൽ. തൃശൂർ കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 മരണം. മരിച്ചത് ബംഗാൾ സ്വദേശികളായ തൊഴിലാളികൾ. കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് 12 ഇതര സംസ്ഥാന തൊഴിലാളികൾ. കെട്ടിടം തകർന്നു വീണത് പുലർച്ചെ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. കോതമംഗലം വെറ്റിലപ്പാറയിൽ വീട് തകർന്ന് 2 പേർക്ക് പരിക്ക്. വിവാദ പരാമർശവുമായി RSS ജനറൽ സെക്രട്ടറി ദത്തായെ ഹൊസബേല. ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണം. അടിയന്തരാവസ്ഥക്കാലത്ത് ചേർത്ത വാക്കുകളെന്ന ഹൊസബാലെ. ഇന്ത്യയുമായി വ്യാപാര കരാർ ഉടനെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനം വൈറ്റ് ഹൌസിൽ നടന്ന ബിഗ് ബ്യൂട്ടിഫുൾ എന്ന പരിപാടിയിൽ. ചൈനയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചെന്നും ട്രംപ്.